ഈ പുഴയും കടന്ന സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സുജാത പറയുകയാണ്, നീയും മക്കളും ഇവിടെ നിൽക്കേണ്ടത് എന്റെ ആവശ്യമാ. കഴിഞ്ഞു പോയതൊക്കെ ഓർത്ത് നീ ഒന്ന് പശ്ചാത്തപിക്കണം. അത് കണ്ട് എനിക്കൊന്ന് സന്തോഷിക്കണം. ഞാനും എന്റെ മകനും ഒഴുക്കിയ കണ്ണുനീരിന് വിലയുണ്ടല്ലോ എന്നോർത്ത് ദൈവത്തിന് നന്ദി പറയണം. സുജാത പറഞ്ഞത് കേട്ട് ആർക്കും ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല. എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. കടയിൽ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വിനീത്. നിവിനും അസിയും കടയിലുണ്ട്. ആരും പരസ്പരം ഒന്നും മിണ്ടുന്നില്ല. കാവേരി കടയിലേക്ക് വരികയാണ്. ജയപാലനെ കാണാൻ പോയിരിക്കുകയായിരുന്നു എന്നും 5-8 മാസമായി അച്ഛൻ പണം അയക്കുന്നില്ലായിരുന്നു എന്നും ജയപാലൻ പറഞ്ഞുവെന്ന് കാവേരി അവരോട് പറയുകയാണ്. നിവിൻ രാജേശ്വരിയോട് പറഞ്ഞ് 10 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ടെന്നും ആ പൈസ കൊണ്ട് വീട് തിരിച്ചെടുക്കാമെന്നും പറയുകയാണ്. വേണ്ട, ബാധ്യത ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറുകയല്ലേ ഉള്ളൂ എന്ന് കാവേരി പറയുകയാണ്. അങ്ങനെ ആ പൈസ വാങ്ങാതെ കാവേരി അവിടെ നിന്ന് പോയി. പ്രവീണ അലമാരയിൽ നിന്ന് തുണികൾ എടുത്തപ്പോൾ കുറച്ച് പേപ്പറുകൾ താഴെ വീണു. പ്രവീണ അതെടുത്തപ്പോഴേക്കും ജയപാൽ വന്ന് അത് തട്ടിപ്പറിച്ചു വാങ്ങുകയാണ്. നിന്നോട് ആര് പറഞ്ഞു ഇതൊക്കെ എടുക്കാൻ എന്ന് ചോദിച്ച് ജയപാൽ പ്രവീണയോട് ഒച്ചയെടുക്കുകയാണ്. എന്താണത് എന്ന് പ്രവീണ ചോദിച്ചെങ്കിലും അത് നിന്നെ ബാധിക്കുന്ന കാര്യമല്ല, ഒരുപാട് ചോദ്യങ്ങൾ ഒന്നും വേണ്ട എന്ന് ജയപാൽ പറയുകയാണ്. അതിൽ അരവിന്ദൻ എന്നൊക്കെ എഴുതിയത് കണ്ടല്ലോ, പ്രവീണ ചോദിച്ചു. എന്നാ പിന്നെ അത് നിന്റെ മനസ്സിൽ തന്നെ വെച്ചോ, ആരോടും പറയാൻ നിൽക്കണ്ട, പ്രത്യേകിച്ച് ആ കാവേരിയോട്, ജയബാലൻ പറഞ്ഞു. പിന്നീട് ജയബാലൻ ആ പേപ്പറുകൾ പുറത്തു കൊണ്ടുപോയി കത്തിച്ചു കളയുകയാണ്. ഈ ഒരു പേപ്പർ മാത്രം മതി അരവിന്ദന്റെ പണം മുഴുവനും കൈക്കലാക്കിയത് ഞാനാണെന്ന് മനസ്സിലാക്കാൻ. എന്നിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പേപ്പറുകളും ഇനി വേണ്ട, ജയബാലൻ മനസ്സിൽ പറയുകയാണ്. രാജേശ്വരി പറഞ്ഞു, ഞാൻ നിനക്ക് തന്ന പണം ആവശ്യത്തിന് ഉപയോഗിച്ചോ എന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അത് കേട്ട് ആ പണം മടക്കി തരാമെന്ന് നിവിൻ പറയുകയാണ്. പാത്രം അറിഞ്ഞേ വിളമ്പാൻ പാടുള്ളൂ എന്നൊരു ചൊല്ലുണ്ട്, അത് നിനക്കൊരു പാഠമായിരിക്കട്ടെ, രാജേശ്വരി പറഞ്ഞു. അമ്മ പറഞ്ഞത് ഞാൻ പഠിച്ചില്ല, പക്ഷേ ഒന്ന് പഠിച്ചു, പണം കൊണ്ട് എല്ലാം നേടാൻ കഴിയില്ലെന്ന്. ആത്മാഭിമാനത്തിന്റെ വില വലുതാണെന്ന്. ശാരദയും മക്കളും മുറിയിൽ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വിശക്കുന്നു എന്ന് നീള ശാരദയോട് പറയുകയാണ്. മിണ്ടാതെ കണ്ണടച്ചു കിടന്നോ, അപ്പോൾ ഉറക്കം വരും എന്ന് ശാരദ നീളയോട് പറയുകയാണ്. അപ്പോഴേക്കും വിനീത് അവർക്കുള്ള ഭക്ഷണവുമായി എത്തി. എല്ലാവരെയും ഭക്ഷണം കഴിക്കാനായി വിനീത് വിളിക്കുകയാണ്. വിനീത് വിളിക്കുന്നത് കേട്ട് എല്ലാവരും ഓടിയെത്തി. ഇതൊന്നും സുജാതയ്ക്ക് അത്ര പിടിച്ചിട്ടില്ല. വിനീത് എല്ലാവർക്കും ഭക്ഷണം വിളമ്പി വെച്ചിട്ടും ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ശാരദയെ വിനീത് നോക്കി നിൽക്കുന്നത് കണ്ട് നീള പറഞ്ഞു, ഞങ്ങളൊക്കെ കുറെ നിർബന്ധിച്ചിട്ടും അമ്മ ഇന്ന് ഒന്നും കഴിച്ചിട്ടില്ല. ഇത് കേട്ട് വിനീത് നോക്കുന്നത് കണ്ട് സുജാത പറഞ്ഞു, എന്നത്തെയും പോലെ ഞാനിവിടെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കെട്ടിലമ്മയ്ക്ക് പിടിക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോഴേക്കും എന്തോ പറയാനായി ശാരദ വിനീതിനെ വിളിക്കുകയാണ്. മോനെ എന്ന്. ആ വിളി സുജാതയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ല. സുജാത ചോദിച്ചു, നിങ്ങൾ എന്താ വിളിച്ചത്? മോനെ എന്നോ? ഇത് എന്റെ മോനാ, നിങ്ങളുടെ മോൻ ആ ദുബായിക്കാരനല്ലേ, അവന്റെ മുൻപിൽ പോയി നിന്ന് ഒലിപ്പിക്ക് ഈ പൂങ്കണ്ണീര്. സുജാത പറയുന്നത് കേട്ട് അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ എന്ന് ഗംഗ ചോദിക്കുകയാണ്. ആ കല്യാണം നടന്നു പോയിരുന്നെങ്കിൽ നീ ഇപ്പോൾ കൊമ്പത്തായിരുന്നേനേലോ. എന്റെ മോന്റെ കടയിൽ നിന്ന് നിന്റെ ഫോട്ടോ എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞവളല്ലേ നീ? സുജാതയുടെ സംസാരം കേട്ട് വിനീത് ചോദിച്ചു, അമ്മയ്ക്കൊന്ന് നിർത്തിക്കൂടെ? ഓ, അവളൊന്ന് മൂക്കൊലിപ്പിച്ചു കാണിച്ചപ്പോൾ അവന്റെ നെഞ്ചു പൊള്ളുന്നു, സുജാത പറഞ്ഞു. അതൊന്നും വകവെക്കാതെ വിനീത് നിളമോൾക്ക് പൊറോട്ട പിച്ചി കൊടുക്കുകയാണ്. അതിനിടയിൽ ഗംഗയ്ക്കുള്ള സ്പെഷ്യൽ ചിക്കി പൊരിച്ച മുട്ട എന്ന് പറഞ്ഞ് വിനീത് ഒരു പൊതിയെടുത്ത് ഗംഗയ്ക്ക് കൊടുക്കുകയാണ്. ഓ, ഇങ്ങനെ ഒരു നാണം കെട്ടവൻ, സുജാത പറഞ്ഞു. അപ്പോഴേക്കും യമുന രാധമ്മയെ വിളിച്ചുകൊണ്ട് വരികയാണ്. ഇത്രയും ആൾക്കാർക്കുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കെട്ടിലമ്മയ്ക്ക് സ്പെഷ്യൽ ഫുഡൊക്കെ ഇറങ്ങത്തുള്ളൂ. ഏട്ടൻ മരിച്ചിട്ട് സുഖവാസത്തിന് വന്നിരിക്കുകയല്ലേ. സുജാത പറയുന്നത് കേട്ട് ഒന്നും മിണ്ടാതിരിക്കാൻ വിനീത് സുജാതയോട് പറയുകയാണ്. ഒരു പെണ്ണ് വന്ന് കയറിയപ്പോൾ അവന്റെ നിറം മാറിയത് കണ്ടോ? എന്നോട് ഇതുവരെ മറുത്തൊരക്ഷരം പറയാത്ത ചെറുക്കനാ. സുജാത കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. അന്ന് രാത്രി ശാരദയ്ക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. ശാരദ ആരും അറിയാതെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും ബൈ.